ആ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു പുനർചിന്തനം പല കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരു ചെറിയൊരു കൊമേഴ്സ്യൽ ബ്രേക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വരാം. ചെറിയൊരു ബ്രേക്ക്. This program brought to you by തിരുവല്ലയിലെ ഏറ്റവും വലിയ കണ്ണട ഷോറൂം ഒഴുക്കുനീറ്റിൽ ഒപ്റ്റീഷ്യൻസ് സിൻസ് 1951. Premium homes at prime locations. SI Property, building tomorrow today. പഞ്ചായത്ത് ഇലക്ഷൻ ഡേ brought to you by ഗോൾഡ് ലോണിന് വെറും 9% പലിശ നിരക്ക്. ജോയിൻ ICL, ഗ്രോ വിത്ത് us. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ശക്തിമാൻ സൂപ്പർ PVC പൈപ്പ് ISI മുദ്ര പരസ്യത്തിലല്ല, പൈപ്പിൽ തന്നെ. വെർജിൻ ഫുഡ് ഗ്രേഡ് പോളിമറിൽ നിർമ്മിച്ച അക്വാടെക് എക്സ്ട്രാ ടഫ് വാട്ടർ ടാങ്ക്. ICL ന്യൂസ് ആൻഡ് വ്യൂസ് brought to you by ICL. ഗോൾഡ് ലോണിന് വെറും 9% പലിശ നിരക്ക്. ജോയിൻ ICL, ഗ്രോ വിത്ത് us. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. Double Horse Masala, healthy productions, tasty masala. മനസ്സ് നിറയെ കഴിക്കും. Designed with the touch of God. Chemanur International Jewelers. GITD കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ലുലു ഗോൾഡ് അവതരിപ്പിക്കുന്നു കസ്റ്റമർ അവയർനെസ് ക്യാമ്പയിൻ. ഇന്ന് തന്നെ ലുലു ഗോൾഡ് ഹെൽപ്പ് ഡെസ്ക് സന്ദർശിക്കും. യാഥാർത്ഥ്യം നിങ്ങളോട് സംസാരിക്കും. ICL ന്യൂസ് ആൻഡ് വ്യൂസ്. ഇവൾ വളർന്ന് ആരാകും? ഐഡിയയേ ഇല്ല. ചിലപ്പോൾ മോഡലിംഗ്, ചിലപ്പോൾ ഫോട്ടോഗ്രാഫി. എന്നാൽ ഇന്ന് അടിത്തറയ്ക്ക് ബലമുണ്ടെങ്കിൽ നാളെ അവൾ ആരായാലും ഇന്നത്തെ ബലം പ്രകടമാകും ഇവളുടെ മുടിയിലും. പുതിയ ക്ലിനിക് പ്ലസിന്റെ മിൽക്ക് പ്രോട്ടീൻ ഫോർമുല മുടിക്ക് കൂടുതൽ ബലമേകും. പുതിയ ക്ലിനിക് പ്ലസ്, ഇന്നത്തെ ബലമേ നാളെയും പ്രകടമാകും. Kiss me, close your eyes and miss me. I can feel your smile, come on my lips and have New Cadbury Silk Bubbly. Silk now bubbled up for joy. നീ തന്നെ ഉണ്ടാക്കിക്കോ മോനെ. കുട്ടികൾ അതെ, ടാങ്കിന്റെ പുതിയ 1 ലിറ്റർ ബോട്ടിൽ പാക്കിൽ തുടരുത്. ബോട്ടിലും തുടരുത്. 1 ലിറ്റർ വെള്ളവും നിറയ്ക്കരുത്. പാക്ക് കട്ട് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. നോ ഷേക്ക്, നോ സ്വേൾ. പിന്നെ കുടിക്കുന്ന കാര്യം ആലോചിക്കേ വേണ്ട. ഓക്കേ, ഇപ്പോൾ ടാങ്ക് ഉണ്ടാക്കുന്നത് കുട്ടിക്കളി. ഫ്രൂട്ട് ടേസ്റ്റ്, വൈറ്റമിൻ A, B, C, അയൺ എന്നിവയ്ക്കൊപ്പം ടാങ്കിന്റെ നന്മകളും ഇപ്പോൾ ബോട്ടിലിൽ ഒത്തുചേരുന്നു. നമസ്കാരം. പഞ്ചായത്ത് വാരത്തിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലൂടെയുള്ള പര്യടനമാണ് ഞങ്ങൾ നടത്തുന്നത്. വോട്ടിംഗ് ശതമാനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനവിധി, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, എങ്ങനെയാണ് ഓരോ വിഷയവും ഒരുപക്ഷെ ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നത്, വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, അതുപോലെ സ്വതന്ത്രമായിട്ടുള്ള നിരീക്ഷകരുടെ അനുമാനങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം, കൊല്ലം എന്ന 2 ജില്ലകളെയാണ് ഞങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറെക്കുറെ അതേ വോട്ടിംഗ് പെർസെൻറ്റേജ് കൊല്ലത്തും അതുപോലെ തന്നെ. എങ്ങനെ ആയിരിക്കാം അത് കോർപ്പറേഷനെയും അതുപോലെ നഗരസഭകളെയും അതുപോലെ പഞ്ചായത്തുകളെയും സ്വാധീനിക്കുന്നത്? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. എങ്കിൽ പോലും അതിൽ നിന്ന് ചില അനുമാനങ്ങളിലെത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുമാനം നൽകിയത് ആന്റണി രാജുവും ശൂരനാടുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ UDF നഷ്ടപ്പെട്ടേക്കാം. എന്തുകൊണ്ടെന്നാൽ അത് റിബലുകളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് അവർ 2 പേരും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതിപാദനം വന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ മുൻനിർത്തിയുള്ള ആന്റണി രാജുവിൻ്റെയും ശ്രീ ശൂരനാടിൻ്റെയും പ്രതികരണങ്ങളാണ്. നമ്മളിനി പോകുന്നത് മറ്റൊരു പ്രതികരണം CSRS നിന്ന് വന്നിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും രൂഢമൂലമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് എന്താണ്? ഇതിത്തെ ജാതിയാണ് എന്ന്. അതിനെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രസ്താവനയും SRSൻ്റെ ഭാഗത്ത്, SR ശക്തിധരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 3ാമത്തെ ജില്ലയാണ്. നമ്മുടെ പറഞ്ഞപ്പോൾ UDFന് അപ്പർ ഹാൻഡ് വരുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. എവിടെയാണ് സാറേ? കൊല്ലത്ത്. താങ്കൾ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും ഒരു അതായത് അതേസമയം തന്നെ
കൊല്ലം കോർപ്പറേഷനിൽ UDFന് ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന് ശ്രീ ശൂരനാട് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അവിടെയും 8 റിബലുകൾ ഉണ്ട് എന്നുള്ള കാര്യം ആന്റണി രാജു പരോക്ഷമായിട്ട് ശൂരനാടിനെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല എന്നുള്ള എന്റെ പേര് കോട്ടിയല്ല, അത് വിഷയമല്ലെന്ന് CR രാമേന്ദ്രൻ. പക്ഷേ ഈ പറഞ്ഞ റിബലുകൾ ഉണ്ടെങ്കിൽ പോലും CR രാമേന്ദ്രൻ എന്ന് പറഞ്ഞ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് കോർപ്പറേഷനിൽ വേണമെങ്കിൽ UDFന് ജയിച്ചേക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അദ്ദേഹം പറഞ്ഞത് RSPയുടെ ചുവട് മാറ്റമാണ്. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി 75%. ആന്റണി രാജുവിന് വളരെ വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ പാതി നിലനിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ 75%. വോട്ടിംഗ് പെർസെൻറ്റേജ് 73 അത് 2015 SRS 75. ചെറിയ ജില്ലയാണെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളുടെ മുകളിൽ വലിയൊരു ആധിപത്യം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ വാരങ്ങളിൽ സ്ഥാപിച്ച ഒരു ജില്ലയാണ് ഇടുക്കി. മാത്രമല്ല എൻ്റെ സുഹൃത്ത് പത്മകുമാറിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള SNDPക്ക് ഒരുപക്ഷെ വളക്കൂറുള്ള മണ്ണ് എന്ന് മാധ്യമപ്രവർത്തകർ കാണുന്നൊരു ജില്ല കൂടിയാണ് ഇടുക്കി. ചില സ്ഥലങ്ങളിലുള്ള അവിടെ SNDPയും അവിടുത്തെ നേതൃത്വവും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയായിരുന്നു. അത് ഒടുവിലാണ് കോംപ്രമൈസ്. SNDPയും BJPയും തമ്മിൽ ഇടുക്കിയിലെ SNDP അത് മറ്റേ കസ്തൂരി രംഗനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ ഇഴവ വോട്ടുകൾ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ച. 2010 ഇടുക്കി എന്തായിരുന്നു? 2010 ഒരു നഗരസഭയാണ്. സ്വാഭാവികമായിട്ടും ആ നഗരസഭ UDFന് കിട്ടി. ജില്ലാ പഞ്ചായത്ത് 1. LDFന് 16 സീറ്റ് ജില്ലാ പഞ്ചായത്ത് കിട്ടി. അത് അത്ഭുതകരമാണുള്ളത്. 16. ഒരു കൺഫ്യൂഷൻ കേട്ടോ. അതെ, UDF നമ്മുടെ കൺട്രോൾ റൂം കോളം മാറി, അപ്പുറത്തേക്ക് കോളം മാറിയതാണ്. ഓക്കെ, കൺട്രോൾ റൂം മാറ്റിയാലും ജനങ്ങൾ മാറില്ലല്ലോ. ഈ 16 ഇവിടെ കിടക്കുന്നു. ബ്ലോക്കിൽ 8 UDFന്, ഗ്രാമപഞ്ചായത്തിൽ 53 43 UDFന് പ്രകടമായിട്ടുള്ള മേൽക്കൈമയുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. പക്ഷേ രാഷ്ട്രീയം മാറിയില്ലേ അജിത്തെ? ഭീഷണമജിത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയം മാറി. ഭീഷണമജിത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അന്ന് അവിടെ ഉണ്ടായൊരു സാഹചര്യം, ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പ് ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ഈ പെരിയാറ്റിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകി പോയി എന്ന് പറഞ്ഞ പോലെ തോമസിന്റെ ഗദ്ഗതകണ്ഠനായിട്ടുള്ള പ്രതിപാദനങ്ങളൊക്കെ അവിടെ ഇനിയും സജീവമായിട്ട് അവിടെ ഈ പറഞ്ഞ പോലുള്ള ഈ കസ്തൂരിരംഗ റിപ്പോർട്ടും അതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തോട്ടം തൊഴിലാളികളുടെ സമരവും അതൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ലായിരിക്കും. എങ്കിൽ പോലും വലിയ മാറ്റം ഇടുക്കിയിൽ. ആന്റണി രാജു, ഇടുക്കിയിൽ UDFന്റെ ഗ്രാഫ് താഴേക്കല്ലേ പോകുള്ളൂ? ഇടുക്കിയിൽ 2005 വരെ കേരള കോൺഗ്രസ് പാർട്ടിയും LDFുമായി ഒന്നിച്ചു നിന്നപ്പോൾ ജില്ലാ പഞ്ചായത്തും നഗരസഭകളും എല്ലാം LDFനോടൊപ്പം നിന്നത് ജില്ലയാണ്. ശേഷം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പാർട്ടി UDFിലേക്ക് മാറിയതോടുകൂടി ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, അരാഷ്ട്രീയവാദികളുടെ സംഘങ്ങൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി, പെണ്ണൊരുമ, ഇത്തരം സംഘങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അവരുമായൊരു രഹസ്യബന്ധമോ ചിലയിടത്തൊക്കെ പരസ്യബന്ധമോ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് LDFന് വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് UDFനെ പരാജയപ്പെടുത്താൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലെയുള്ള അരാഷ്ട്രീയവാദികളുമായിട്ടുള്ള ബന്ധമാണ് അവിടെ LDF സ്ഥാപിച്ചത്. നിങ്ങളുടെ ഈ പറഞ്ഞ അരാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബാന്ധവം, രഹസ്യ വേഴ്ച, അതായിരിക്കാം ഒരുപക്ഷെ ഇടുക്കിയിൽ നിങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ പോയിട്ടെന്ന് പറഞ്ഞു. ഇടുക്കിയിലെ നില മെച്ചപ്പെടുത്തുന്ന ആ രീതിയിലൊന്നുമില്ല. ഇടുക്കിയിൽ അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സമീപനം, അതിനോട് സഭയ്ക്കുണ്ടായ വിപ്രത്തി, അതൊക്കെയാണ് അവിടെ ഈ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു വികാരമായി മാറിയിട്ടുള്ളത്. അതില്ലാന്ന് ഇവർ പറഞ്ഞാൽ എത്ര താങ്കൾ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എന്തു ആയിക്കോട്ടെ, UDFന്റെ ഗ്രാഫ് 2010 നിന്ന് താഴേക്ക് ഇവര് പറഞ്ഞത് LDFനോടൊപ്പം അല്ല. കാരണം ഇവർക്ക് പാർലമെന്റ് സ്ഥാനാർത്ഥിയെ പോലും ഇങ്ങനെ മൊത്തത്തിൽ ഇടുക്കിയെ വിലയിരുത്തുന്നത് ശരിയാവില്ല. ഇടുക്കിയെ രണ്ടായിട്ട് കാണണം. 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ദേവികുളം, പീരിമേട്, ഉടുമ്പൻചോലയുടെ പകുതി. അത് കഴിഞ്ഞിട്ട് അതിൽ തമിഴ് മേഖല ആണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ദേവികുളവും പീരിമേടും
ഉടുമ്പൻചോല അവിടെ ഉണ്ടായിട്ടുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം തൊഴിലാളി രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശക്തമായി നിന്ന ഒരു മേഖലയാണ് അവിടെ ഇപ്പോൾ തൊഴിലാളി യൂണിയനുകൾ ഈ തൊഴിലാളികളെ പറ്റിച്ചു എന്നൊരു വികാരം അവിടെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ അവിടെ CPM ഉണ്ടായിരുന്ന ആ ഒരു മുൻകൈ ഇപ്പോൾ ഉണ്ടാവില്ല. കാര്യം അവിടെ ഞാൻ പറഞ്ഞുതരാം, അവിടെ രാജേന്ദ്രൻ ജയിച്ചിട്ടുണ്ട്, ജയചന്ദ്രൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഒരു LDFന് ഈ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല. രണ്ട്, തിരിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് മലയോര കർഷകരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ സഭയുമായി ചേർന്ന് നിന്നുകൊണ്ട് കുറച്ച് സീറ്റ് ഉണ്ടാവും. തൊടുപുഴ വരുമ്പം വേറെ വ്യത്യാസമാണ്. തൊടുപുഴ ഞങ്ങൾക്ക് കഴിഞ്ഞ അവിടുത്തെ മുനിസിപ്പാലിറ്റി തന്നെ 4 മെമ്പർമാരുണ്ട്. ഇപ്പൊ അറക്കുളം പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കും എന്നുള്ള നിലയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നേരത്തെ മെമ്പർമാരുണ്ട്, ഇപ്പോഴും കൂട്ടും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ വരുന്ന ഈ LDFന്റെ വരുന്ന പരാജയം ഞങ്ങൾക്ക് നേട്ടമായിട്ടാണ്. രാജു ഈ പറയുന്നത് ശരിയാണോ? ഇപ്പൊ എന്തായാലും പത്മകുമാർ വന്നതോടുകൂടി BJP ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. MS കുമാർ ഞാൻ ആ ജില്ലയിലെ യാത്ര ചെയ്ത് 3 ഞാൻ പറയാം. കഴിഞ്ഞ തവണ ഒരു സെക്കൻഡ് അവിടുന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള നിരീക്ഷണമുണ്ട്, ദീപികയുടെ. അതായത് അരുൺ രാജുവിന് വേണ്ടപ്പെട്ട പത്രത്തിന്റെ തന്നെ ആളെയാണ് ജോൺസൺ വേങ്ങത്തടം. എന്താണ് ജോൺസൺ പറയുന്നത് നമുക്ക് നോക്കാം. പോളിംഗ് ഇടുക്കി ജില്ലയെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്. ഇടുക്കി ജില്ലയെ 2ആയി തിരിച്ച് മാത്രമേ ഈ തിരഞ്ഞെടുപ്പിൽ അവലോകനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൈറേഞ്ച് മേഖലയെന്നും തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയെന്നും. ഹൈറേഞ്ചിൽ LDFന് മുൻതൂക്കം ലഭിക്കുമ്പോൾ തൊടുപുഴയിൽ UDFന് മേൽക്കോയ്മ നേടാനാണ് സാധ്യത. കർഷകർക്ക് വേണ്ടി വാദിക്കുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും LDFുമായി ബന്ധം സ്ഥാപിച്ചതാണ് ഹൈറേഞ്ച് മേഖലയിൽ LDF മുന്നണിക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. പുതിയതായി രൂപീകൃതമായ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് സമിതി LDF ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് LDFന് നേട്ടമാകും. മന്ത്രി PJ ജോസഫിന്റെ പഞ്ചായത്തായ പുറപ്പള്ളിയിലും ആലക്കോടും കോൺഗ്രസും കേരള കോൺഗ്രസും സൗഹൃദ മത്സരം നേരിടുകയാണ്. ഈ സൗഹൃദ മത്സരം LDFന് മേൽക്കോയും നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും UDFിലേക്ക് അതിന്റെ വിജയം നേടാനാണ് സാധ്യത. കൂടാതെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വേറൊരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ലീഗും കേരള കോൺഗ്രസും ചേർന്നുള്ള ബന്ധം ഇവിടെ ശക്തമായതുകൊണ്ടും വിമതശല്യം അത്ര ശക്തമല്ലാത്തത് കൊണ്ടും UDFിന് നേട്ടമുണ്ടാകാനാണ് സാധ്യത. ഇതേസമയം മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ഏത് മുന്നണിക്ക് നേട്ടമുണ്ടാകുമോ എന്ന് അവിടെ പറയാൻ സാധിക്കില്ല. കാരണം പെമ്പിള്ളെ ഒരുമയി സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. ഇത് ഇരു മുന്നണികൾക്കും തിരിച്ചടി ഉണ്ടാകുമെങ്കിലും LDFന് അത്ര പരിക്കേൽക്കാനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പത്മകുമാർ, അജിത്തെ ഇതിൽ സ്വീകാര്യമായിട്ടൊരു കണക്കാണ്. അല്ലല്ല, അതിനകത്ത് ഞാൻ ഒരു കാര്യം, ഈ പെമ്പിളെ ഒരുമയ്ക്കൊന്നും ഇപ്പോൾ ഈ കോൺഗ്രസിനോട് UDFിനോടൊന്നും ഒരു വിരോധവും ഇല്ല എന്ന് തന്നെയല്ല. അവരുടെ പ്രശ്നം തീർക്കാൻ അവരുടെ യൂണിയനായ AITUCയോ CITO INTUCയും കുറച്ച് അതിനകത്ത് തീർച്ചയായിട്ടും ഈ AITUCയോടോ CITയോടുള്ള വിരോധമൊന്നും സർക്കാരിനോടില്ല എന്ന് തന്നെയല്ല. ഈ പ്രശ്നങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ തീരും. ഇവർ കൂലിക്കാരും അവരുടെ ഒരു സെക്കൻഡ്, ആ ചെറുപ്പക്കാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഏറെക്കുറെ ഒന്ന് ഒരു ഒരുപക്ഷെ പത്മകുമാർ റിപ്പോർട്ട് ചെയ്ത പോലെയാണ് റിപ്പോർട്ട് ചെയ്തത്. പത്മകുമാർ BJP ജോൺസൺ നമ്മുടെയൊക്കെ സുഹൃത്താണ്. ജോൺസൺ പറഞ്ഞ ഈ ഒറ്റ കാര്യത്തിൽ എനിക്കൊരു തർക്കമുള്ളത്, ഈ പെമ്പിളെ ഒരുമയ്ക്കൊന്നും ഇപ്പൊ UDFിനോടോ കോൺഗ്രസിനോടോ സർക്കാരിനോടോ ഒരു വിരോധവും ഇല്ല എന്ന് തന്നെയല്ല. അവരുടെ പ്രതിനിധികൾ ഇവിടെ ക്ലിഫ് ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പിന്നെ ഏലമാലയെ സമർപ്പിച്ച് കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാൽ എന്താണ് പെമ്പിളെ ഒരുമയ്ക്ക് കോൺഗ്രസിനോട് അവർക്ക് മൊത്തത്തിൽ ഈ ഗവൺമെന്റ് അവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ. അത് AITUC CITO ഒക്കെ ചെയ്തിട്ടുണ്ട്. AITUCയും CIT ഒന്നുമില്ല. ഉമ്മൻചാണ്ടിക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസ് കേന്ദ്രമാക്കി നടത്തിയ ചർച്ചകളിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ഫീലിംഗ് ആണ്. അതൊക്കെ മാറിയില്ലേ? അത് ന്യൂട്രലാക്കി വിടുക. അതല്ല, ഇതൊന്നും വേണ്ടല്ലോ. അവർ പറഞ്ഞെന്താ ഈ കൊടി ഞങ്ങളുടേതല്ല എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം? അല്ല ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് അവിടെ പറയുകയും ശ്രീമതി ടീച്ചറെ എന്താണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ചന്ദ്രിക മാഡത്തിന്റെ പാർട്ടിനെ അവർ എതിർത്തു, അരുൺ രാജുവിന്റെ പാർട്ടി എതിർത്തു, ശൂരനാട് സാറിന്റെ പാർട്ടി എതിർത്തു, എല്ലാരും എതിർത്തു. നിങ്ങൾക്ക് വല്ല മെച്ചം കിട്ടുമോ?
ഇവിടെ ഉറപ്പല്ലേ? ഞങ്ങൾ കഴിഞ്ഞതിനുണ്ടതിനേക്കാൾ 3 ഇരട്ടി സീറ്റ് ഇപ്പൊ ഉണ്ടാവും. ഞാൻ അതാണ് പറഞ്ഞത്. അറക്കുളം പഞ്ചായത്ത്, തൊടുപുഴയില് അറക്കുളം പഞ്ചായത്ത് 1 മെമ്പറാണ് ഉള്ളത്. ഇപ്പൊ 1 മെമ്പറാണ് ഞങ്ങൾക്കുള്ളത്. ഇടുക്കി ജില്ലയിലെ BJP ഒരു അപ്രസക്തമാണ്. ഒരു പ്രസക്തിയില്ല അവിടെ. അവരുടെ ഒരു പ്രസക്തി സ്വീകരിച്ചില്ലേ പെമ്പിളை ഒരുമ എന്ന് പറഞ്ഞ സർവാത്മന സ്വീകരിച്ചത് പെമ്പിളി ഒരുമയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുന്നത്, ആദ്യ ദിവസം ഈ ഇവരുടെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജാഥ നടത്തി ഞങ്ങളാണ്. ഞങ്ങളെ CITUകാരും INTUCകാരും AITUCകാരും ചേർന്ന് ആക്രമിച്ച് ഹർത്താൽ നടത്തിയത് ഓർമ്മയുണ്ടാവും. ബ്രിട്ടാസ് ഓർമ്മയുണ്ടാവും. ആദ്യ പ്രശ്നത്തിൽ ഇടപെട്ട ഞങ്ങളാ. ഇടുക്കിയിൽ ഒരു കാര്യം ഞാൻ പറയാം. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം UDF മേൽക്കൈ തന്നെ നല്ലതുപോലെ നിലനിർത്തും. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ ചില സൗഹൃദ മത്സരങ്ങൾ അത് UDFനെ എന്താണ് ഒരു പക്ഷേ ഇടുക്കി അജിത്തെ നമ്മുടെ അജിത്തിന് പിന്നെ ഒരു തോള് വേദനയുണ്ട്. പക്ഷെ അദ്ദേഹം സഹിച്ചിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മന്ത്രി ജോസഫിന്റെ പുറപ്പുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് മത്സരം. ആലക്കോട്ട് പഞ്ചായത്തിലും കട്ടപ്പന നഗരസഭയിലെ 3ാം വാർഡിലും കോൺഗ്രസ് കേരള കോൺഗ്രസ് മത്സരം. ഇതാണ് ഇടുക്കിയിലെ ഒരു റിബൽ ചിത്രം. പക്ഷെ ഇത് വേണമെങ്കിൽ ഒരു പഞ്ചായത്തിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ വലിയ ശരിയാണെങ്കിൽ 2010 നിലപാട് അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിൽ തനിയാവർത്തനം ഉണ്ടാവും. 2010 സീറ്റ് കിട്ടും. തനിയാവർത്തനം ഞാൻ പറഞ്ഞില്ലേ. 2010 മൃഗീയമായ ഭൂരിപക്ഷമായിരുന്നു UDFന് ഇടുക്കിയിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും. മൃഗീയമായ ഭൂരിപക്ഷം ഇടുക്കിയിൽ മാത്രമല്ല, സ്റ്റേറ്റിൽ ഒട്ടാകെ ഉണ്ടായിരുന്നു. ഇടുക്കിയാണ് നമ്മുടെ ചർച്ച. അപ്പൊ ഇടുക്കിയിൽ ആ മൃഗീയമായ ഭൂരിപക്ഷം നിലനിർത്തുമെന്നാണ് ആന്റണി രാജുവും ശൂരനാടും പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 2010 ഇടുക്കിയിലായാലും തിരുവനന്തപുരത്തായാലും മറ്റെല്ലാ പ്രദേശങ്ങളിലായാലും ഒരുപാട് ഡ്രോബാക്സ് LDFിൻ്റെ. ഒരു സെക്കൻഡ്, വിഷയങ്ങൾ ആന്റണി രാജു ഒന്ന് ശ്രദ്ധിക്കുക. ഇടുക്കിയിലെ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ചർച്ചയിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു സാങ്കത്യം കിട്ടും. വരട്ടെ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അവ്യക്തതകൾ ആന്റണി രാജു എതിർക്കാൻ പറ്റുമോ? അതൊക്കെ 2 പട്ടയ പ്രശ്നങ്ങൾ നല്ലപോലെ 3 കാർഷിക വിളകളുടെ വിലയിടിവ്, പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ റബ്ബർ കേന്ദ്ര ഗവൺമെന്റിന് നല്ലപോലെ റിയാക്ട് ചെയ്യും. രാജു ഒരു എന്തായാലും മാണി സാറിന്റെ വില സ്ഥിരത ഫണ്ടോ എന്തൊരു സാധനം അതൊക്കെ നടപ്പിലായിക്കൊണ്ടിരിക്കുക. എവിടെ നടക്കും? സാറെ ബീഡി മേടിക്കാൻ പൈസ വില സ്ഥിരത ഫണ്ട്. അടുത്തേ ഇവിടെ സെക്രട്ടേറിയറ്റിന് ചായ മേടിക്കാനുള്ള പൈസ ഇല്ല സർക്കാരിന്റെ കയ്യിൽ. അപ്പോഴാണ് 50 കോടി 100 കോടി പറ്റുമോ? ചൂരനാണ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൽ ഈ മന്ത്രിമാരുടെ ഈ കസേരയുടെ പുറകിലിടുന്ന ഈ പറഞ്ഞ എന്താണ് ടർക്കി തൂവാല കഴുകാനുള്ള പൈസ സർക്കാരില്ലെന്നാണ് ഒരു മന്ത്രി എന്നോട് പറഞ്ഞത്. പക്ഷേ അപ്പോഴാണ് അവിടെ 50 കോടി അജിത്ത് നടക്കുമോ? ഗവൺമെന്റ് പണമില്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും അതിന് നമ്മുടെ ജോയ്സ് MPയുടെ പിന്തുണ, അതുപോലെ സഭയുടെ പിന്തുണ ഒക്കെ ഉണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും LDFും തമ്മിൽ യോജിച്ചാണ് മത്സരിക്കുന്നത്. അത് ഹൈറേഞ്ചിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെ പറഞ്ഞാലും പാർലമെന്റ് പോലെ ഇപ്പോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് അവിടെ ജനപിന്തുണ ഇല്ല. അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചക്ക വീണ് മുയരി എത്തുന്നു. ശൂരനാട് അറിയാതെ പറഞ്ഞു അറിയോ? അത് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ മാസവും ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാദേശിക ലേഖകന്മാർ പറയുന്നത് ഇപ്പോഴും ജോയ്സ് MPക്കും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കും ശക്തമായ പേരുകളുണ്ട്. ഒരു സംശയം വേണ്ട. ഇതാണ് ഇടുക്കിയിലെ വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം UDFനെതിരെ ലോഡറായിട്ട് വേണമെങ്കിൽ മാറാം. നമ്മളിവിടെ കിടന്ന് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. 7-ാം തീയതി വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. SRSF നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഇവർക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ ശൂരനാട് മനസ്സ് മുഴുവൻ തുറക്കാൻ പറ്റുമോ? ശൂരനാട് ഇപ്പൊ മനസ്സ് തുറക്കായിരുന്നെങ്കിൽ മാണി സാർ ഇപ്പൊ രാജിവെക്കണം പറഞ്ഞേനെ. അത് പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ അതേ ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവരെ സമ്മതമാക്കരുത്. അതെ, ഇവൻ ആന്റണി രാജു പോലും പറഞ്ഞേനെ. അതെ, അതുപോലും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇടുക്കിയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ഈ 3 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മളിപ്പോൾ അനാവരണം ചെയ്തത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സുപ്രധാന ജില്ലയായിട്ടുള്ള കോഴിക്കോട്ടേക്കാണ്. എന്താണ് കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി? ആദ്യം പോളിംഗ് ശതമാനത്തിലേക്ക് പോകുന്നു. കോഴിക്കോട് 62% 2005-ൽ. 2010 അത് 77ആയി. 2015 അത് 74ആയി. 74 എന്നുള്ളത് 75 ആകുമായിരിക്കും പത്മകുമാറെ, കുറച്ചുകൂടെ കൂടിയൊക്കെ സാധ്യത. അവസാനത്തെ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാറ്റം. ഇപ്പോൾ വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ 74.3. അപ്പം വേണമെങ്കിൽ ഇത് 75ലേക്ക് എത്താം. ഏറെക്കുറെ സമാനമായി 76ലേക്ക് പോകും. 76ലേക്ക് രാത്രി ആകുമ്പോഴേക്കിനും കുറെ കൂടെ കണക്ക് വരും. എനിവേ, കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ വോട്ടിംഗ് പെർസെൻറ്റേജ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏറെക്കുറെ അതാണ്. എന്താണ് 2010 കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നാണ്. അതിൽ 41 സീറ്റ് LDF നേടിയപ്പോൾ UDF 34. പത്മകുമാറെ BJPക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ മുൻകാലങ്ങളിൽ 1-2 സീറ്റൊക്കെ ഉണ്ടായിരുന്നു. 2010 ഉള്ളതും കൂടെ പോയി കിട്ടി. പരിഹരിക്കും. ഓക്കെ. നഗരസഭ, മുനിസിപ്പാലിറ്റികൾ 2 മുനിസിപ്പാലിറ്റിയാണ് ഉണ്ടായിരുന്നത്. ആ 2ലും LDFനായിരുന്നു ആധിപത്യം. ജില്ലാ പഞ്ചായത്ത് കട്ടക്കട്ടക്കായിരുന്നു. ഒരൊറ്റ സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് LDF കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് LDFന് വ്യക്തമായ ആധിപത്യം 9-3. സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാകേണ്ട LDFന് മേൽക്കൈ നഷ്ടപ്പെട്ട് 39-39 എന്നുള്ള സമാസമ കണക്കിലാണ്. 36-39 UDFന്. ഞാൻ സൂചിപ്പിച്ച മേൽക്കോയ്മ നഷ്ടപ്പെട്ട് അല്പം താഴേക്ക് വന്നു. ഇതാണ് 2010 ചിത്രം. ഇനി എന്തൊക്കെയാണ് പുതിയ ചിത്രം? വേണമെങ്കിൽ നഗരസഭകളുടെ എണ്ണം മാറി. നഗരസഭകൾ ഇന്ന് 5 പുതിയ നഗരസഭയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ക് വേണം നോക്കാം. ഇപ്പോൾ 5 പുതിയ നഗരസഭ വരുമ്പോൾ അവിടെയുള്ള ഘടന വെച്ച് എങ്ങനെയാണ് ഞങ്ങൾ കണക്കൂട്ടിയെടുത്തിരിക്കുകയാണ്. നോക്കുക. വടകര LDF, കൊയിലാണ്ടി LDF, ഫറോക്ക് LDF ഇന്നത്തെ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ LDFൻ്റെ ഒരു നഗരസഭ എന്ന് പറയേണ്ടി വരും. പയ്യോളി UDFന് നേരിയ മുൻതൂക്കമുള്ള നഗരസഭയാണ്. മുക്കം, ഫറോക്ക്, പയ്യോളി, കൊടുപള്ളി ഈ 4 മുനിസിപ്പാലിറ്റികളും UDFന് മേൽക്കോയ്മയുള്ള മുനിസിപ്പാലിറ്റികളായിട്ട് മനസ്സിലാക്കണം. ഫറോക്ക് നിലവിലുള്ള സ്ഥിതിയിൽ LDFനാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ. ഇതിൽ കൊടുവള്ളി ലീഗിന് ശക്തമായ സാന്നിധ്യമുള്ള ഒരു പഞ്ചായത്തും. ഇത് നേരത്തെ 2010 കാര്യമാണ് പറയുന്നത്. പുതിയ നഗരസഭകൾ നഗരസഭ തെരഞ്ഞെടുപ്പ് വേളയിലോട്ട് വരുമ്പോൾ മുസ്ലിം ലീഗ് ഒരിടത്തും ബാക്കി മാർക്സിസ്റ്റ് പാർട്ടി അല്ലല്ല. ഞാൻ പറഞ്ഞു വരുന്നത് മുക്കത്തിലും ഫറൂഖിലും ഒക്കെ അങ്ങനെ ഉണ്ട്. അതായത് ഫറോക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപക്ഷെ UDFന് സ്വാധീനമുള്ള ഇപ്പോഴത്തെ ഘടന. ഞാനിപ്പം ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാൻ കഴിയില്ല. അവിടെയുള്ള വാർഡുകളൊക്കെ വന്ന് ചേർന്ന് കഴിഞ്ഞ ഒരു ഘടനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റിബല് താരതമ്യേന ആന്റണി രാജു കോഴിക്കോട് കുറവാണ്. എനിക്ക് തോന്നുന്നു 1-2 ഒക്കെ ആയിരിക്കും. വേണമെങ്കിൽ ഒരു റിബലേ ഉള്ളൂ. എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു വളരെ പ്രബലനായിട്ട് റിബലാണ് വന്നിരിക്കുന്നത്. രമേശ് നമ്പ്യത്ത് ഒരു റിബല്. മറ്റേ പിന്നെ സെറ്റ് ചെയ്തിട്ടില്ല. അതവിടെ നിലനിൽക്കുകയാണ്. ഒരാളെ സെറ്റിൽ ചെയ്തു, അയാളെ ഔദ്യോഗികമാക്കിയിട്ട് സെറ്റിൽ ചെയ്തു. അതങ്ങനെയാണ്. അതായത് ഒരു വിമത സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയിട്ട് കോർപ്പറേഷൻ. പക്ഷേ താരതമ്യേന ഈ പറഞ്ഞ തിരുവിതാംകൂറിലെ ഈ റിബൽ ശല്യം കോഴിക്കോടേക്ക് എത്തിയിട്ടില്ല. അതേസമയം കോഴിക്കോട്ടെ മറ്റ് വിഷയങ്ങൾ 4 പഞ്ചായത്തുകളിൽ RMPയും കോൺഗ്രസ് തമ്മിൽ ഔദ്യോഗികമായിട്ടുള്ള സഖ്യവും അവിടെ സാധ്യമായിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ടത്. കോഴിക്കോട് സംബന്ധിച്ച് നമുക്കൊരു വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്താണ് അവിടുത്തെ ചലനങ്ങൾ? പോളിംഗിന് ശേഷമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് S. സജീവൻ. വരട്ടെ. എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിട്ടുള്ള വിധിയെഴുതുന്ന ജില്ലയാണ് കോഴിക്കോട്. പക്ഷെ കഴിഞ്ഞ തവണ അത് വലിയ തരത്തിൽ തിരിച്ചടിയായിട്ട് മാറി. കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയെങ്കിൽ പോലും
പലപ്പോഴും പല പഞ്ചായത്തുകളിൽ പലപ്പോഴും തിരിച്ചടി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു തിരിച്ചടിക്ക് സാധ്യത കുറവാണ്. കാരണം CPM-നകത്ത് അല്ലെങ്കിൽ LDF-നകത്ത് കാര്യമായ പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഭരണവിരുദ്ധ വികാരമോ പാർട്ടിയിലെ പ്രശ്നങ്ങളോ അലട്ടാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പല മണ്ഡലങ്ങളും അല്ല പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ LDF-ന് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. സജീവന്റെ അഭിപ്രായ പ്രകാരം പത്മകുമാർ LDF-ന് വേണമെങ്കിൽ നഷ്ടപ്പെട്ട ഒരു മേൽക്കോയി വേണമെങ്കിൽ ഇക്കുറി തിരിച്ചു കിട്ടിയേക്കാമെന്ന് പറയുന്നു. അദ്ദേഹം ഈ കോഴിക്കോട് കോർപ്പറേഷനെ ഒന്ന് നമ്മളൊന്ന് മാറ്റി നിർത്തി ചിന്തിച്ചു നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരു സംഭവമുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് വിജിലൻസ് കേസിൽ പ്രതിയായ ഒരു സ്ഥലത്താണ്, കോർപ്പറേഷനാണ്. ഏകദേശം 3 മേയർമാർ, തോട്ടത്തിൽ രവീന്ദ്രൻ, ഭാസ്കരൻ, പ്രേമജം, 3 മേയർമാർ പഴയ ആളും ഇപ്പോഴത്തെ മേയറും പറഞ്ഞത് 3 മേയർമാരും പ്രതിയായിട്ടുള്ള ഇതാണ്. ഞാൻ പറയാം, സമയം തരണം. അല്ല, പ്രതിയായിട്ടുള്ള കേസാണ്. 44 വിജിലൻസ് കേസുകൾ അവിടെ ഉണ്ട്. ഏകദേശം 16 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഭാസ്കരൻ പ്രതിയായ കേസിൽ മുസ്ലിം അവിടുത്തെ പ്രതിപക്ഷ നേതാവായ മമ്മൂക്കോയ ഹാജി, ആരാണ് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രതിയാണ്. ലീഗിന്റെ മമ്മൂക്കോയ അവിടുത്തെ കൗൺസിൽ പാർട്ടി ലീഡർ പ്രതിയാണ്. 6 കേസിൽ. ഇതൊക്കെ ശരിയാണോ? ശരിയല്ല. റിപ്പോർട്ടിൽ ഇപ്പൊ ഒന്ന് വിളിച്ചു ചോദിച്ച് ചോദിച്ചിട്ട് ഒരു ചോദ്യം പത്മകുമാറോട്, ഇതെല്ലാം ഈ ഇപ്പോഴത്തെ ഈ UDF ഭരണത്തിൽ ഉണ്ടായതാണോ? അല്ല, ഭാസ്കരൻ ഇപ്പോഴല്ലല്ലോ, നേരത്തെ ആളാണ്. അത് മാത്രമല്ല തുടർച്ചയായിട്ട് 66 കേസുണ്ട് വിജിലൻസ്. അല്ല, 66 അല്ല, ഭൂരിപക്ഷം എടുത്തിട്ടുള്ള ഇപ്പോഴാണ്. അല്ല, ശൂരനാട് ഈ കേസുകളൊക്കെ ഇപ്പൊ ഈ പറയുന്ന ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണോ? ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് ഇതൊന്നും ഈ ബാർക്കേഡിനേക്കാളും വലിയ എത്ര കേസുകൾ, യെദ്യൂരപ്പയുടെ കേസ് ഉൾപ്പെടെ ഞാൻ പറയണോ? എവിടത്തെ പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രതിപക്ഷവും ഒരുമിച്ച് പ്രതിയായ കേസ് ചർച്ചയെ സജീവൻ പറഞ്ഞൊരു കാര്യം, അതായത് ഇടതുപക്ഷത്തിന് പോസിറ്റീവ് ആകാൻ വേണ്ടിയുള്ള ഒരു ഘടകമായിട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPM-ൽ മുമ്പുണ്ടായിരുന്ന പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇപ്പോൾ ഇല്ല, താരതമ്യേന കുറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. 2010 ഒരു രാഷ്ട്രീയ അവസ്ഥയല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഉണ്ടാകാൻ പോകുന്നത്. ഒരുപാട് ഘടകങ്ങളെ മുൻനിർത്തി ഒരുപാട് വാർത്തകൾ അജിത്തൊക്കെ പടച്ചുവിട്ടിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പറഞ്ഞതൊക്കെ. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് മനസ്സിലാക്കാൻ, പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വരാൻ ഇനിയും ഒട്ടേറെ സമയമെടുക്കും. പോട്ടെ, CPM-നകത്ത് ഈ കടലപ്പഴക്കങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പരിഹരിച്ചു വരുന്നത് SR-നെ പോലെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പറഞ്ഞു. അത് തീർച്ചയായിട്ടും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. CPM-ലെ തമ്മിലടി തീരണമെന്ന് CPM-ന്റേതായ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ അത് ഉണ്ടാകുന്നിരുന്നുള്ള ദുഃഖം എന്നെ തുടരുന്നു. ആ ദുഃഖം നമുക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു റോൾ ഉണ്ടായ ശൂരനാണ്. കോഴിക്കോട് സജീവൻ പറഞ്ഞപ്പോ ഒരു കാര്യം വിട്ടുപോയി. ഇതുപോലെ തന്നെ അവിടെ കോഴിക്കോടിൽ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തിലാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി നേട്ടം ഉണ്ടാക്കുമെന്ന് സജീവൻ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടി അദ്ദേഹം പറയണമായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഈ ഫറൂഖ്, കൊടുവള്ളി ഇതെല്ലാം മതേതരത്വ പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി കോഴിക്കോട്ടെ ഇഷ്യൂസ് ഓക്കെ. സർക്കാരുകളുടെ അവഗണന കോഴിക്കോട് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. അതായത് സർക്കാർ വേണ്ട രീതിയിൽ ഈ പറഞ്ഞ കോഴിക്കോടിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ലൈറ്റ് മെട്രോ അത് എവിടെയാണെന്നറിയില്ല, അത് തൂങ്ങിക്കിടക്കുകയാണ്. റോഡ് വികസനം, കടലാസ്, ഇതൊക്കെ അവിടുന്ന് സ്വതന്ത്രമായിട്ട് നമ്മൾ ശേഖരിച്ച വിഷയങ്ങളാണ്, ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അടുത്തത് വിമാനത്താവളത്തിൻ്റെ അടച്ചുപൂട്ടൽ ഭീഷണി. ഒരുപക്ഷെ കോഴിക്കോട് വിമാനത്താവളം അപ്രസക്തമാകുമെന്നുള്ളൊരു ആശങ്ക കാര്യമായിട്ട് ജനവിഭാഗങ്ങളെ ബാധിച്ചിരിക്കുന്നു.
കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതായത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. തിരുവമ്പാടി അതെല്ലാം ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞു. BJP കോൺഗ്രസ് ബന്ധമെന്നുള്ള ഒരു ആശങ്ക അവിടെ ഈ പറഞ്ഞ ഇത് SRS നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഇടിപ്പിച്ചൊരു പോയിന്റാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ളത്. അത് ഞാൻ അത് ലോകത്ത് ആരെങ്കിലും കോൺഗ്രസ് BJP ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇവര് ഉമ്മൻചാണ്ടിയുടെയും അച്യുതാനന്ദന്റെയും ഒക്കെ പ്രസ്താവന എടുത്ത് നോക്കുക. BJP ജയിക്കുന്നില്ലെന്ന് ആദ്യം പറഞ്ഞവർ ഇപ്പൊ പറയുന്നത് അനുവദിക്കില്ല എന്നാണ്. ഇപ്പൊ രണ്ടുപേരും കൂടി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ധാരണയാണെന്ന് കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. പത്രപ്രസ്ഥാനങ്ങളും അച്യുതാനന്ദന്റെയും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളുമായിട്ട് ഞങ്ങൾ ധാരണ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സാർ ഞാൻ ഇത് മതിയാക്കി തരാം. ഇങ്ങനൊരു പ്രസ്ഥാനം പിണറായി വിജയൻ പറഞ്ഞില്ലെങ്കിൽ ഈ പൊതുപ്രവർത്തനം മതിയാക്കി തരാം. സാറിന് പത്രപ്രവർത്തനം മതിയാക്കോ? SRS പറയുകയാണ് പത്മകുമാറെ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്ന്. ഈ പറഞ്ഞ കോഴിക്കോട് ജില്ലയില് അവിടുത്തെ പഴയ ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും മുൻപ് ഒരു കോലീബി സഖ്യം മുമ്പ് ഇടതുകാർ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു സഖ്യം പരാജയപ്പെട്ട സഖ്യം ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് മൗഢ്യമാണ്. ഈ അത്ര വലിയ നമ്മൾ ആശങ്കപ്പെടുന്ന ജനതാ പാർട്ടി ഭരിച്ച സമയത്ത് CPM നമ്മൾ കൂടെ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോദിച്ച് പ്രസംഗിച്ചിട്ടില്ലേ? അപ്പൊ അത് അന്നങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തില്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാര് BJPയുടെ KG മാരാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല. അല്ല ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനസംഘമായിരുന്നു. അല്ല ജനസംഘമായിരുന്നു, അതൊന്നും അറിയാത്തവരല്ലോ. അല്ല ഈ കോലീബി വന്ന സമയത്ത് ഈ പറഞ്ഞ പഴയ അടിയന്തരാവസ്ഥ ആയിരുന്നില്ല. ഇപ്പൊ ഇവര് CPM-ഉം കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് പറയൂ. അല്ല CPM-ഉം കോൺഗ്രസുമായിട്ട് സഖ്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാ. വേണം ജനങ്ങളോട് പറയണം ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. CPM-ന്റെ ഇന്ന് AK ആന്റണി പറഞ്ഞിട്ടുണ്ടല്ലോ, CPM-ന്റെ ദേശീയ തലത്തിലുള്ള അവരുടെ മുഖം കോൺഗ്രസുമായിട്ട് ചേർന്ന് സംഘപരിവാറിനെതിരായി നിൽക്കുന്ന ഒരു ഘട്ടം ഇന്ത്യയിൽ ഉണ്ടാകും. അനിവാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലെ പ്രസ്ഥാനത്തിന്റെ നിലപാട് നമുക്ക് ആവശ്യമാണ്. സംഘപരിവാറിനെ നേരിടണമെങ്കിൽ യോജിച്ചുള്ള ഏർപ്പാടൊന്നുമല്ല. അല്ലാതെ സ്വതന്ത്രമായി തന്നെ ഈ കാര്യങ്ങൾ പറയും. അതിനകത്തേക്ക് കോൺഗ്രസിന്റേതായിട്ടുള്ള രാഷ്ട്രീയം നോക്കിയാൽ ഒരു കാലഘട്ടം അതൊക്കെ ശരിയാണെന്ന് ഒരു കാര്യം കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ നമുക്ക് ചെറിയൊരു കൊമേഴ്സ്യൽ ബ്രേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഉടനെ തിരിച്ചു വരാം. തിരിച്ചു വന്ന് മറ്റൊരു ജില്ലയിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ഈ കൊമേഴ്സ്യൽ ബ്രേക്കിന് ഇടയിൽ നിങ്ങൾക്ക് വല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കോളൂ. കോഴിക്കോടിനെ സംബന്ധിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു വാക്ക് പറയാം.